ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് ഇന്ന് പുറത്തുവിടും. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക. വിവരങ്ങളുമായി ഇപ്പോൾ ചന്തു ചന്ദ്രശേഖർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ചന്തു, ഒരുപാട് കാലം പൊടി പിടിച്ച് അലമാരയിലിരുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വരുന്നത്. എപ്പോഴേക്കും നമുക്ക് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാകും? ലക്ഷ്മി, വൈകിട്ട് 3 മണിയോട് കൂടി തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവനുസരിച്ച് സാംസ്കാരിക വകുപ്പ് 3 മണിയോട് കൂടി ഈ വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയവർക്ക് ഈ റിപ്പോർട്ട് കൈമാറും. പ്രധാനമായും 295 പേജുള്ള ഈ റിപ്പോർട്ടിൽ 62ഓളം പേജുകൾ ഒഴിവാക്കിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. പ്രധാനമായും ഈ പേജുകളിലെ ഖണ്ഡിക അടക്കം ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് ഏതൊക്കെ പേജുകളാണ് ഒഴിവാക്കിയത്, ഏതൊക്കെ ഖണ്ഡികകളാണ് ഈ റിപ്പോർട്ടിൽ നിന്നും മാറ്റിയിട്ടുള്ളത് എന്നത് വ്യക്തമായി തന്നെ ഈ വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയവർക്ക് സർക്കാർ അതിനുള്ള മറുപടി നൽകിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതായത് പ്രധാനമായും ഒരു വ്യക്തികളെയും എടുത്തു പറയാതെ, വ്യക്തികളുടെ പേര് പരാമർശിക്കാതെ, വ്യക്തികളുമായി ബന്ധപ്പെട്ട പേരുകൾ പരാമർശിക്കുന്ന ഭാഗങ്ങളാണ് പൂർണ്ണമായും ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ വിവരാവകാശ പ്രകാരം ഒരു വ്യക്തികളെയും ഇത്തരത്തിൽ പരസ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ റിപ്പോർട്ടിൽ ഉണ്ടാകരുതെന്നൊരു നിർദ്ദേശവും വിവരാവകാശ കമ്മീഷൻ നൽകിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം പേജുകൾ ഒഴിവാക്കിയത്. അത് നിയമവകുപ്പ് കൂടി പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് അന്തിമമായി പുറത്തുവിടുന്നത്. പക്ഷേ പ്രധാനമായും സിനിമാ മേഖലയിലെ ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, തൊഴിൽ ചൂഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ 5 വർഷക്കാലമായി ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ സർക്കാർ ഇത് പുറത്തുവിടുന്നതിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുകയും അവസാനം വിവരാവകാശ കമ്മീഷൻ ഇത്തരത്തിലൊരു ഉത്തരവ് നൽകിയതിന് ശേഷമാണ് ന്യൂസ് മലയാളം ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് ഇപ്പോൾ ഈ ഉത്തരവിന്റെ പകർപ്പ് 3 മണിയോട് കൂടി ലഭ്യമാകുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ വ്യക്തികളെ പരാമർശിക്കുന്ന പേരുകളോ ഉള്ളടക്കങ്ങളോ ഉണ്ടാകില്ല എന്നതാണ് വസ്തുത. ലക്ഷ്മി. ചന്തു ചന്ദ്രശേഖറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 3 മണിയോടെ പുറത്തുവിടും എന്നാണ് ചന്തു റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന്.